നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ബ്രേക്ക്ഫാസ്റ്റിൽ പെടുന്നവയാണല്ലേ ദോശയും ഇഡ്ഡലിയും എല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒരേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാറ്ററിന്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നമുക്ക് ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒന്ന് കുതിർത്തിയെടുക്കാം. ഇതിനായി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. നിങ്ങൾ ഏത് ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ മറ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നമുക്ക് അരി കഴുകാൻ ആവശ്യമായ വലിപ്പത്തിലുള്ള പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതോടൊപ്പം മറ്റൊരു പാത്രത്തിൽ 1/4 ഗ്ലാസ് ഉഴുന്ന് കൂടി എടുക്കാം. ഇനി അരിയും ഉഴുന്നും നന്നായി ഒന്ന് കഴുകിയെടുക്കണം. പിന്നീട് അരിയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം. ഇനി ഇത് കുതിരാൻ ആവശ്യമായ വെള്ളം ചേർക്കാം. നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ ഇവിടെ വെള്ളം ചേർക്കുന്നത്. അരിയിലേക്കും ഉഴുന്നിലേക്കും നമുക്ക് 2.5 ഗ്ലാസ് വെള്ളം വീതം ചേർക്കാം. ഇനി നമുക്ക് ഈ അരിയും ഉഴുന്നും ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും കുതിരാനായി മാറ്റിവെക്കാം. മാവ് അരച്ചെടുക്കുന്നതിന് മുൻപേ നമുക്ക് കുറച്ച് അവിൽ കൂടി നനച്ചെടുക്കാം. അവൽ ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് മുന്നേ എങ്കിലും വെള്ളത്തിലിട്ട് വെച്ചാലാണ് ഇത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ അരച്ചെടുക്കാൻ പറ്റൂ. ഇതിനായി ഞാൻ ഇവിടെ 1/4 ഗ്ലാസ് അവിലിലേക്ക് അത്രയും തന്നെ വെള്ളവും കൂടി ചേർത്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അരിയും ഉഴുന്നും അരച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറ് നന്നായി ചൂടായി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വരാനുള്ള സാധ്യത കുറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അരിയും ഉഴുന്നും അരച്ചെടുക്കുന്നതിന് 1 മണിക്കൂർ മുൻപേ എങ്കിലും ഇത് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചേക്കണം. ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ഉടനെ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരിയും ഉഴുന്നും ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഈ ഉഴുന്ന് നമ്മൾ കുതിരാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ അരിയും ഉഴുന്നും അരച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് ഉഴുന്ന് നന്നായി അരച്ചെടുക്കാം. ഇതിനായി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് ഉഴുന്നെല്ലാം തന്നെ മാറ്റി കൊടുക്കാം. അതോടൊപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഈ ഉഴുന്ന് നല്ലൊരു ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഉഴുന്ന് നമുക്കൊന്ന് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി അരിയുടെ പകുതി അരച്ചെടുക്കാം. അതിനായി ജാറിലേക്ക് അരിയുടെ പകുതി ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരി അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അരി ഉഴുന്നിൻ്റെ അതേപോലെ നന്നായി അരയേണ്ടതിൻ്റെ ആവശ്യമില്ല. കുറച്ച് തരിയെല്ലാം ഉള്ള രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. അരച്ചെടുക്കാനായി നമ്മൾ ചേർക്കുന്ന വെള്ളം ആദ്യം തന്നെ മുഴുവനായും ചേർക്കാതെ കുറച്ച് ചേർത്ത് നന്നായി അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അരിമാവ് ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ചെറിയ തരിയുള്ളതായി ഫീൽ ചെയ്യണം. ഇതുപോലെ ബാക്കി പകുതി അരി കൂടി നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച അവൽ ഇപ്പോൾ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം. അതിനായി അവിൽ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയ ശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ഫൈനായി അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് കുതിരാനെടുത്ത വെള്ളമാണല്ലോ നമ്മൾ അരയ്ക്കാനെടുത്തത്. അതിലെനിക്ക് ഇത്രയും മിച്ചം വന്നിട്ടുണ്ട്. ഈ കപ്പിൻ്റെ അടിഭാഗത്തിൽ കുറച്ച് മാത്രമാണ് ഉപയോഗിക്കാതെയായി ഉള്ളൂ. ബാക്കി വെള്ളം കൊണ്ടാണ് ഞാൻ അരിയും ഉഴുന്നും എല്ലാം അരച്ചെടുത്തത്. ഇനി മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഞാൻ ഇവിടെ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ്. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ മാവ് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കൈ ഉപയോഗിച്ച് 4-5 മിനിറ്റ് എങ്കിലും ഈ മാവ് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം.
ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മാവ് നന്നായി പുളിച്ചു പൊങ്ങി വരികയുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 8 മുതൽ 10 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കാം. നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ മാവ് വേഗം പൊങ്ങി വരും. ഇപ്പോൾ ഏകദേശം ഒരു 10-12 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു തവി കൊണ്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ ഇഡ്ഡലി തയ്യാറാക്കുന്നതിനും ദോശ പരത്തിയെടുക്കുന്നതിനുമായിട്ടുള്ള കുറച്ച് മാവ് മാത്രം മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഈ ബാക്കിയുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു 3-4 ദിവസമെങ്കിലും ഉപയോഗിക്കും. ആദ്യം തന്നെ ദോശ പരത്തിയെടുക്കുന്നതിനായി ഞാനൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചൂടൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ദോശ പരത്തിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണയോ നെയ്യോ കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് കല്ലിൽ നിന്നും മാറ്റാം. ഇനി ഇഡ്ഡലി തയ്യാറാക്കുന്നതിനായി ഒരു ഇഡ്ഡലി തട്ടിൽ അല്പം എണ്ണ പുരട്ടിയെടുക്കാം. എണ്ണ നന്നായി പുരട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിക്കേണ്ടത്. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിലേക്ക് വെക്കാം. ഇഡ്ഡലി ചെമ്പിൽ ആദ്യം തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാനായി വെച്ചിരുന്നു. നന്നായി ആവിയെല്ലാം വന്നു തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് ഇതിൽ നിന്നും പുറത്തു വെച്ച് തണുക്കാനായി മാറ്റി വെക്കാം. തണുത്തതിനു ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇഡ്ഡലി എല്ലാം തന്നെ ഇളക്കിയെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും തന്നെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം.